ഇതൊക്കെ നമ്മൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ചാനലുകളുടെ മുമ്പിൽ വരിക, കുറേ ആളുകളെ വിളിച്ചു കൂട്ടുക, എന്നിട്ട് അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാനും സാമ്പത്തിക ഭദ്രത നേടാനും വേണ്ടി പരിശുദ്ധ ഖുർആനിനെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. ഇയാൾ പുതിയ ഇന്റർവ്യൂവിൽ നടത്തുന്ന ഒരു പ്രയോഗം, ഖുർആനിൽ യേശുവിനെ കുറിച്ച് കെലിമത്ത് എന്ന് പറയുന്നുണ്ട്. കെലിമത്ത് എന്ന് പറഞ്ഞാൽ വചനമല്ലേ, വചനം മനുഷ്യനിൽ നിന്ന് വിട്ടു നിൽക്കൂലല്ലോ. ഒന്ന് റൂഹ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവായതുകൊണ്ട് വിട്ടു നിൽക്കൂല. അപ്പൊ ദൈവത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി. പക്ഷെ ഖുർആനിലെ സൂറത്തു അന്നിസാന്റെ 171 വാക്യത്തിൽ ആരാണ് ഈസാ നബി എന്ന് പരിചയപ്പെടുത്തുന്നിടത്ത് ഇങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്, റസൂലുള്ളാഹി വ കലിമത്തുഹു, അള്ളാഹുവിന്റെ റസൂലാണ്, കലിമത്തുമാണ്, അള്ളാഹുവിന്റെ വചനമാണ്. അപ്രകാരം അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് ആ കലിമത്തിനെ അള്ളാഹു നിക്ഷേപിച്ചു. വറൂഹും മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ആത്മാവുമാണ്. ഇതുകൊണ്ട് യേശു ദൈവമാണെന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ഈ ആയത്തിന്റെ തന്നെ ബാക്കി ഭാഗത്ത് ഫാമിനു ബില്ലാഹി വറസൂലിഹി, അതുകൊണ്ട് അള്ളാഹുവിനെയും പ്രവാചകന്മാരെയും വിശ്വസിക്കണം. വലാ തഖൂലു സലാസ, തൃത്വത്തെക്കുറിച്ച് പറയരുത്. ഇന്ദഹു, ആ തൃത്വവാദത്തിൽ നിന്ന് മാറി നിൽക്കുക. ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠം. ഇന്നമല്ലാഹു ഇലാഹും വാഹിദ്, അള്ളാഹുവാണ് ഏകനാകുന്ന ഇലാഹ്, ആരാധ്യൻ. സുബ്ഹാനഹു അൻ യഖൂല ലഹു വലദ്, എന്തൊരു മോശം, അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറഞ്ഞു വരുത്തുന്നു. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഖഫാ ബില്ലാഹി വകീല, എല്ലാം ഈ പ്രപഞ്ചം മൊത്തം അള്ളാഹുവിൻ്റെതാണ്. എന്നിട്ട് അള്ളാഹു പുത്രനെ ജനിപ്പിച്ചു എന്ന് പറയുന്നത് എന്ത് ദുരാരോപണമാണെന്ന് ഖുർആൻ ഈ സൂക്തത്തിൽ തന്നെ തുടർന്ന് പറയുന്നുണ്ട്.